പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. കെ.സി. വേണുഗോപാൽ എം.പി. ജാഥ ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ട് ജാഥയ്ക്ക് ആദ്യ സ്വീകരണം നൽകി. മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ ഉജ്ജ്വല തുടക്കം. എ.ഐ.സി.സി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. പുതുയുഗയാത്ര ഉദ്ഘാടനം ചെയ്തു. യു.ഡി.എഫ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു. സർക്കാരിന്റെ ഭരണപരാജയങ്ങളും ജനദ്രോഹ നടപടികളുമടക്കം യാത്രയിലൂടെ തുറന്നുകാട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള, പയ്യന്നൂരിലെ CPM ഫണ്ട് വിവാദം, TP വധക്കേസിലെ പ്രതികൾക്ക് തുടർച്ചയായി പരോൾ അനുവദിക്കുന്ന നടപടികൾ തുടങ്ങിയവ പുതുയുഗയാത്രയിലൂടെ സർക്കാരിനെതിരെയുള്ള പ്രചരണ വിഷയമായി മാറും. പുതുയുഗയാത്ര എന്നാൽ ഒരു യുഗത്തിന്റെ അവസാനമാണെന്നും പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ ജാഥയിലൂടെ തുറന്നുകാട്ടുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ചെയ്ത കൊള്ളകൾ, ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ, പ്രതികൾ ഇപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. പുതുയുഗയാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനമായി ഒരു പുതിയ ഈറ, ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയസമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കോഴ്സുകൾ തേടി, പ്രോഗ്രാമുകൾ തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയില്ലാത്ത, ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനുള്ള, അംഗീകാരമുള്ള നല്ല പ്രോഗ്രാമുകളും ഇവിടെ കേരളത്തിൽ ആരംഭിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കഴിയും. 2 ദിവസം കാസർഗോഡ് ജില്ലയിലാണ് ജാഥയുടെ പര്യടനം. ആദ്യ സ്വീകരണം കാസർഗോട്ട് നടന്നു. ശനിയാഴ്ച ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് പര്യടനം. സമസ്ത സമ്മേളനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പര്യടനമുണ്ടാകില്ല. തിങ്കളാഴ്ച ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ജാഥയുടെ സമാപനം. ന്യൂസ് ബ്യൂറോ, കുമ്പള.